ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാനൊരു പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. പഴംപൊരി ഒന്ന് വെറൈറ്റി ആക്കി നോക്കിയതാണ്. സംഭവം കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നോമ്പിന് പഴം പൊരിക്കുമ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് പഴം പൊരിച്ച് നോക്കി നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. നമ്മളെല്ലാ സമയത്തും ഒരേ രീതിയിൽ തന്നെയല്ല പഴംപൊരി തയ്യാറാക്കാറ്. അപ്പോൾ ഈ രീതിയിലൊന്ന് പഴംപൊരി തയ്യാറാക്കി നോക്ക്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബൗളിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ്, കുറച്ച് തന്നെ ഇട്ടെടുത്താൽ മതിയിട്ടാ, ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇട്ടിട്ട് ഒരു ഇളം ചൂടുള്ള വെള്ളം ഇട്ടാൽ, അധികം ചൂട് വേണ്ട, ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് ആ പഞ്ചസാര ഒന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആയിക്കോട്ടെ. എന്നിട്ട് നമുക്കൊന്ന് അടച്ചിട്ട് വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെക്കുക. അടച്ചു വെച്ചാൽ ഈസ്റ്റ് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും. ചിലർ 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരില്ല കേട്ടോ, കുറച്ചൊന്ന് പൊങ്ങി വരുള്ളൂ. ഇത് നിങ്ങളതിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ചെറുതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒന്നും കൂടെ ഇളക്കിയിട്ട് നമുക്കതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ നമ്മൾ മൈദപ്പൊടി മരിപ്പൊടി എല്ലാം ചേർത്ത് കൊടുക്കുക. ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ്. 1 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു 1/2 കപ്പ് മൈദപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൈദപ്പൊടി 1/2 കപ്പ് ഇട്ടാ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്രഷ്ഡ് ചില്ലിയാണ്. അത് 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശായിട്ട് വെള്ളം ഒഴിക്കുക. നന്നായിട്ട് കൂടുതലായിട്ട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. നമ്മൾ സാധാരണ പഴം പൊരിക്കുമ്പോൾ ഉള്ള ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്കറിയാലോ, ആ ഒരു രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതൊന്ന് മൂടി വെക്കണം. കുറച്ച് നേരം, ഒരു അരമണിക്കൂർ നേരം മൂടി വെക്കണം. എന്താ വെച്ചാൽ നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടുള്ളതാണല്ലോ, അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഫെർമെന്റേഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു അരമണിക്കൂർ നേരം നമുക്ക് അത് അടച്ചു വെക്കാം കേട്ടോ. അടച്ചു വെച്ചതിന് ശേഷമാണ് നമുക്ക് പഴംപൊരി തയ്യാറാക്കേണ്ടത്. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അത്ര ഇതായിട്ടല്ല, ഒരു പത വന്നിട്ടുണ്ട് ചെറുതായിട്ട്. നമ്മൾ ഒരു ചെറിയ ഇതല്ലേ ചേർത്തിട്ടുള്ളത്, ഒരു അര ടീസ്പൂൺ പോലും ചേർത്തിട്ടില്ല, 1/4 ടീസ്പൂൺ അല്ല ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കത് പഴം ഒക്കെ കട്ട് ചെയ്തെടുക്കാം. സാധാരണ നല്ല പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. 3 പീസാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്, നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ സാധാരണ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം, വെളിച്ചെണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊക്കെ പൊങ്ങി വരും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഇനി അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് പഴം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എന്തായാലും ഒന്ന് നോക്കി നോക്കുക. കടലമാവ് ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ ഒരു പഞ്ചസാരയും പിന്നെ അതുപോലെ ക്രഷ്ഡ് ചില്ലിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒരു ചെറിയ എരിവും പിന്നെ അതുപോലെ ഒരു ചെറിയ മധുരവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ബീഫിൻ്റെ കൂടെ പഴംപൊരിയൊക്കെ കഴിക്കാറില്ലേ, അപ്പോൾ അതുപോലെ തന്നെ ഒരു ചെറിയ എരിവും മധുരവും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി പഴംപൊരി. അപ്പോൾ എന്തായാലും നോമ്പിന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. നിങ്ങൾക്ക് ഈ റെസിപ്പിയൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ പഴംപൊരികളും പൊരിച്ചെടുത്തിട്ട് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അന്ന് വീർത്ത് വന്നിട്ടൊക്കെ ഉണ്ട് പഴംപൊരി. നമ്മൾ ഈസ്റ്റ് ചേർത്തുകൊണ്ടാണ്. കൂടുതൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. കൂടുതൽ ചേർത്താൽ ഈസ്റ്റിന് ഒരു സ്മെല്ലുണ്ടല്ലോ, അത് ആ പഴംപൊരിക്ക് വരും. അതുകൊണ്ടാണ് 1/4 ടീസ്പൂണിലും താഴെ ചേർത്താലും മതി. കുറച്ച് സമയം വെച്ചിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി പറഞ്ഞ് ഞാൻ മുറിച്ചിട്ട് കാണിച്ചു തരാം. നോമ്പായതുകൊണ്ട് എനിക്കിപ്പോൾ കഴിക്കാൻ പറ്റില്ല. നോമ്പ് തുറന്നിട്ട് ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരാം. താങ്ക്